ഫ്രണ്ട്സ്, ഇത് ഹബ്ബ് മോട്ടർ റിപ്പയറിംഗ് വീഡിയോയുടെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ബെയറിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. 6204 ബെയറിംഗാണ് ഈ മോട്ടറിൽ വരുന്നത്. എല്ലാ മോട്ടറിനും സെയിം അല്ല വരുന്നത്. ഈ മോട്ടറിന് വന്നിട്ട് 6204. ചില ഹബ്ബ് മോട്ടറിൽ തന്നെ ഡിസ്ക് വരാത്ത ടൈപ്പ് ഉണ്ട്. ആ മോഡലിനാണെങ്കിൽ 6002 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒലയ്ക്കൊക്കെ ആണെങ്കിൽ 32005 അങ്ങനെയൊക്കെ ഉള്ള മോഡലാണ് വരുന്നത്. ഓരോ മോട്ടറിന് ഓരോന്നാണ്. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് മാത്രമേ വാങ്ങാവൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കിയോ. ബാക്കി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ മോട്ടറിലെ ബെയറിംഗ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലെ വാട്ടർ സീൽ ക്ലിയർ ആയിട്ട് വെക്കണം കേട്ടോ. കാരണം വാട്ടർ സീൽ വെച്ചില്ലെങ്കിൽ വെള്ളം അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. ഇതാണ് വാട്ടർ സീൽ വരുന്നത്. അപ്പോൾ സീൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ കോയിൽ സെറ്റ് ചെയ്യുമ്പോഴായിരുന്നാലും മാക്സിമം നോക്കി സെറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്ത് വയർ എന്തെങ്കിലും വലിയ ഒരു ചെറിയ വയർ അങ്ങോട്ട് ഇങ്ങോട്ട് വലിഞ്ഞെങ്കിൽ പിന്നെ ഈ മോട്ടർ വർക്ക് ആവത്തില്ല. ഈ സെൻസറൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ മാക്സിമം അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയോണം ചെയ്യുക ഈ സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ മോട്ടർ പൊളിക്കുന്ന സമയത്ത് ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, അകത്ത് വെള്ളം കയറിയിട്ടില്ല. ചില മോട്ടർ വരുമ്പോൾ അകം ഫുള്ള് നല്ല തുരുമ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാക്സിമം WD-40 അടിച്ച് മാക്സിമം ക്ലിയർ ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്യാവും. അല്ലെങ്കിൽ അത് എന്തായാലും സ്റ്റക്കാവും. ഞാനിപ്പോൾ ഈ മോട്ടറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മോട്ടറിൻ്റെ ഇത് കറക്കുമ്പോഴൊരു സൗണ്ട് ഉണ്ട്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും ആ സൗണ്ടിൻ്റെ വ്യത്യാസം. ഈ സൗണ്ട് നിങ്ങൾ കേട്ട് നോക്കൂ.